ഇന്നലെ രാത്രി ഒരു 1:30 മണിയോടുകൂടിയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. ഞാനപ്പോൾ തന്നെ ഡെപ്യൂട്ടി മേയർ ദീപക് എന്നെ വിളിച്ചു പറയുകയായിരുന്നു. ദീപകിനോട് പറഞ്ഞു ഉടനെ തന്നെ സ്പോട്ടിലോട്ട് വരാൻ പറഞ്ഞു. ദീപക് ഇവിടെ രാവിലെ 4 മണി വരെ ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടറേയും ആ സമയത്ത് തന്നെ വിളിച്ചിരുന്നു. കൂടുതൽ ഫയർഫോഴ്സ് 8 യൂണിറ്റ് ഫയർഫോഴ്സ് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അപകടങ്ങളിലേക്ക് പോവാതെ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ സുരക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ കൂട്ടിയിരിക്കുന്ന വേസ്റ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ആക്ഷേപം പറഞ്ഞു. പക്ഷേ കത്ത് പിടിച്ചത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി തന്നെ ഇരിക്കുന്നു. കത്ത് പിടിച്ചത് ഇത്രയും ഈ അപകടം ഇത്രയായിട്ട് കുറഞ്ഞത് തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഒരുപാട് ഈ ക്രിസ്മസ് സീസണായിരുന്നു. ഒരുപാട് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണിത്. അവർക്കൊക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത, ആർക്കും ആളഭയമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് നിയന്ത്രിക്കാൻ സാധിച്ചത് നമുക്കൊക്കെ കിട്ടുന്നൊരു വാണിംഗ് ആണ്. ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് ആലോചിച്ച് ചെയ്യേണ്ടി. KCBയുടെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നൊരു കാര്യം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നുള്ളൊരു വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത്. എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. പോലീസ് കേസ് അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കാം. അതിന് എന്താണെന്നുള്ള നടപടികൾ ഉണ്ടാവും. സുരക്ഷാ വീഴ്ച ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? കാരണം കളക്ടറടക്കം പറഞ്ഞത് മേത്തർ ബസാലടക്കം കഴിഞ്ഞാൽ ഇത്തരം ഉണ്ടായപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്ത് നോട്ടീസ് അടക്കം നൽകിയിരുന്നതാണ്. അവർക്ക് വേണ്ട എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിരുന്നതാണ്. പക്ഷേ ആ രീതിയിലുള്ള നടപടികളൊന്നും അവർ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ സെക്രട്ടറിയോട് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. സെക്രട്ടറിയും വന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും എന്തൊക്കെയാണെന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അതെന്താണെന്ന് നോക്കിയിട്ട് പരിശോധിച്ചിട്ട് പറയാം. 8ഓളം കടകൾക്കാണ് ഇപ്പോൾ നഷ്ടമുണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് കടക്കാരുമായി സംസാരിച്ച് എത്ര രൂപയുടെ സ്റ്റോക്ക് അവിടെ ഉണ്ടെന്ന് അവർ പറയാതെ ഇപ്പോൾ ഈ ചാരത്തിൽ നിന്ന് നമുക്ക് കണക്ക് അസസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് എത്ര രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ളതാണ്. അടിയന്തരമായി അവർക്ക് ഈ നഷ്ടം നികത്തുന്നുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത് തീർച്ചയായിട്ടും മേയറുടെ സാന്നിധ്യത്തിൽ, മേയറും MPയും എല്ലാ സാന്നിധ്യത്തിൽ യോഗം വിളിക്കും. ഇവിടെ ക്രിസ്മസ് ന്യൂ ഇയർ സീസണിൽ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു മാർക്കറ്റാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് നഗരസഭയ്ക്കോ മറ്റ് സ്ഥാപനങ്ങൾക്കോ എന്നതിനതീതമായി വ്യാപാരികളുടെ സഹകരണത്തോടു കൂടി മാത്രമേ ഇവിടെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തീർക്കാൻ സാധിക്കൂ. ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളാണെങ്കിലും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാത്രമാണ് നമ്മളിത് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ തിരക്ക് ഉള്ള മേത്തർ ബസാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള കച്ചവടം നടക്കുന്ന സമയമാണ്. അവിടെ 10,000-കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ഒഴുകി വരികയാണ്. അവിടെ ഒരു അപകടം ഉണ്ടായാൽ ഈ ആളുകൾക്കുള്ള ഒരു എക്സിറ്റ് പ്ലാൻ അടക്കം നമ്മൾക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഒരു ഭാഗ്യമെന്ന് പറയുന്നത് ജീവഹാനി ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരു ജീവനും നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണിത്. രാത്രി വളരെ വൈകി നടന്ന ഒരു സംഭവമായതുകൊണ്ട്. പക്ഷെ ഇതിനു മുൻപും ബ്രോഡ്വേ ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള വളരെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുണ്ട്. അപ്പോൾ ഒരു സേഫ്റ്റി ഓഡിറ്റ് നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ബഹുമാനപ്പെട്ട നഗരസഭയുടെ അധ്യക്ഷയും കളക്ടറും പോലീസും ഫയറും അതുപോലുള്ള എല്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അടക്കം ഒരു ഓഡിറ്റ് നടത്തി ഒരു പ്രോപ്പർ പ്ലാൻ തയ്യാറാക്കണം. അല്ലെങ്കിൽ നിരന്തരമായി ഈ വിഷയം ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ വേണ്ടത് വ്യാപാരികളുടെ ഒരു സഹകരണമാണ്. ഇപ്പം നോട്ടീസ് ഇഷ്യൂ ചെയ്തു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. ആ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് അത് പാലിച്ചിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള ഒരു സ്ഥലത്ത് നമ്മൾക്ക് ഫോഴ്സ് ഉപയോഗിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് വ്യാപാരികളുടെ സംഘടനയുടെ പ്രസിഡന്റ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടെ കേരള മർച്ചൻസ് ചേംബർ ഓഫ് കൊമേഴ്സ് ഉണ്ട്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉണ്ട്, അതുപോലെ തന്നെ മർച്ചൻസ് അസോസിയേഷൻ ഉണ്ട്. അങ്ങനെ ഒത്തിരി സംഘടനകളുണ്ട്. അവരുടെ എല്ലാം കൂട്ടായ ഒരു പരിശ്രമവും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ നമ്മൾക്ക് മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ. അതിന് വ്യാപാരികൾ കൂടി സഹകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നഗരസഭ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.